ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അടിസ്ഥാന വേദ ഉപദേശങ്ങൾ എന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച നീതീകരണം, അതെ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ തുടർമാനമായിട്ട് അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ ചിന്തിപ്പാൻ അവസരമെടുക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നീതീകരണം, അതെ, അടുത്ത ഒരു ചിന്താ വിഷയം എന്ന് പറയുന്നത് വീണ്ടും ജനനം. ആമേൻ, വീണ്ടും ജനനം. പ്രൈസ് ദി ലോർഡ്. ഒരു ഗാനത്തിന്റെ അടികൾ പാടിക്കൊണ്ട് തുടർമാനമായി നമുക്കത് ചിന്തിപ്പാൻ അവസരമാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്ന് ഈ വചനത്തെ കേൾപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ആമീൻ, പ്രൈസ് ദി ലോർഡ്. എല്ലാം യേശുനാമത്തിൽ, എനിക്കെല്ലാം യേശുനാമത്തിൽ, എല്ലാം യേശുനാമത്തിൽ, എനിക്കെല്ലാം യേശുനാമത്തിൽ. സത്യസമാധാനം, സന്തോഷ സംതൃപ്തി, നിത്യതയ്ക്കായൊരുക്കുന്ന പ്രത്യാശയും ദാനമായി നൽകുന്ന വൻ കൃപയോർത്തു ഞാൻ തന്നാമമെന്നും വാഴ്ത്തിയിടുന്നേ. ദാനമായി നൽകുന്ന വൻ കൃപയോർത്തു ഞാൻ തന്നാമമെന്നും വാഴ്ത്തിയിടുന്നേ. എല്ലാം യേശുനാമത്തിൽ, എനിക്കെല്ലാം യേശുനാമത്തിൽ, എല്ലാം യേശുനാമത്തിൽ, എനിക്കെല്ലാം യേശുനാമത്തിൽ. കാരുണ്യവാനവൻ കാൽവറി ക്രൂശതിൽ സ്വന്ത രക്തം ചൊരിഞ്ഞെന്നെയും വീണ്ടല്ലോ. ഇന്നയോളം തന്ന വൻ കൃപയായി ഞാൻ തന്നാമമെന്നും വാഴ്ത്തിയിടുന്നേ. ഇന്നയോളം തന്ന വൻ കൃപയ്ക്കായി ഞാൻ തന്നാമമെന്നും വാഴ്ത്തിയിടുന്നേ. എല്ലാം യേശുനാമത്തിൽ, എനിക്കെല്ലാം യേശുനാമത്തിൽ, എല്ലാം യേശുനാമത്തിൽ, എനിക്കെല്ലാം യേശുനാമത്തിൽ. മുമ്പേ നിൻ രാജ്യവും നീതിയും കൈക്കൊണ്ട് നിത്യ സൗഭാഗ്യവും പോകിടുവാനായി നീതീകരിച്ചെന്റെ ഭീതിയകറ്റിയ നീതിമാനെ ചുവേ വാഴ്ത്തിയിടും നീ. നീതീകരിച്ചെന്റെ ഭീതിയകറ്റിയ നീതിമാനെ ചുവേ വാഴ്ത്തിയിടും നീ. എല്ലാം യേശുനാമത്തിൽ, എനിക്കെല്ലാം യേശുനാമത്തിൽ, എല്ലാം യേശുനാമത്തിൽ, എനിക്കെല്ലാം യേശുനാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള അടികൾ പിന്നാലെ പാടിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്ന് ഈ ദൈവവചനം അടിസ്ഥാന വേദോപദേശങ്ങളുടെ അടുത്തൊരു ഭാഗമായി നമ്മൾ ചിന്തിപ്പാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ, വീണ്ടും ജനനം. ആമേൻ, ആമേൻ. വീണ്ടും ജനനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബൈബിൾ പറയുന്നതിന്റെ രത്ന ചുരുക്കം ഇതാണ്: യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയൂ. പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും വീണ്ടും ജനിക്കാതെ നിത്യജീവൻ ലഭിക്കുന്നതല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒന്നാണ് വീണ്ടും ജനനം എന്നത്. കാരണം രക്ഷയെ ബാധിക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് ഈ വിഷയം അതീവ ഗൗരവത്തോടെ പഠനവിധേയമാക്കേണ്ടതാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനനം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു
നിക്കോദെമോസിനോട് പ്രകാരം പറഞ്ഞു. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവരാജ്യം കാണാൻ കഴിയുന്നതല്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കെ ഈ വിഷയം നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. ആമേൻ. വീണ്ടും ജനിക്കണം എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞെങ്കിലും നിക്കോദെമോസിന് വിഷയം മനസ്സിലായില്ല. അതുകൊണ്ട് നിക്കോദെമോസ് കർത്താവിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാം അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കാമോ എന്ന് ചോദിച്ചു. വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക ഇത്തരത്തിലുള്ള ചോദ്യമായിരിക്കും. അതുകൊണ്ട് ഈ ചോദ്യത്തിന് കർത്താവ് മറുപടി നൽകുകയും ചെയ്തു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. വിശ്വാസ സ്നാനത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നതെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. വെള്ളം എന്ന വാക്കാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് ആധാരം. പക്ഷേ ഈ വാക്യങ്ങൾക്ക് വിശ്വാസ സ്നാനവുമായി ഒരു ബന്ധവുമില്ല. സ്നാനമേൽക്കുന്ന സമയത്ത് ആരും വീണ്ടും ജനനം പ്രാപിക്കുന്നതുമില്ല. വിശ്വാസ സ്നാനത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഈ വിഷയം വ്യക്തമാക്കാം. ഇപ്പോൾ വീണ്ടും ജനനം എന്ന വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആമേൻ. വീണ്ടും ജനനം എന്താണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 15:17. ആമേൻ. ഒരുവൻ ക്രിസ്തുവിലായി എന്ന് പറയുന്നത് അവൻ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോഴാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുതിയ സൃഷ്ടി ആകാത്തവർ ക്രിസ്തുവിലായിട്ടില്ല. ആമേൻ. ഇതോടുള്ള ബന്ധത്തിൽ മറ്റൊരു വാക്യവും ശ്രദ്ധേയമാണ്. പരിച്ഛേദനയല്ല, അഗ്രജവും ചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഗലാത്യ ലേഖനം 6:15 അത് വായിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ജനനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് പത്രോസ് വ്യക്തമാക്കുന്നുണ്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും ആമീൻ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 1 പത്രോസ് 1:22. വീണ്ടും ജനനം നടക്കുന്നത് ദൈവവചനത്താലാണെന്ന് വസ്തുത പത്രോസ് വിശദീകരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ജനിക്കേണ്ട ആവശ്യകത എന്ത് എന്നതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം. ദൈവവചനപ്രകാരം ജീവിച്ചാൽ പോരെ? ഇതര മതങ്ങളിൽ എന്ന പോലെ പുണ്യപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച സാക്ഷാത്കാരം പ്രാപിക്കരുതോ? ആമേൻ. വീണ്ടും ജനനം എന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള ഉപദേശമാണെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ടത്രേ ഈ വിഷയം ഒളിച്ചു വെക്കാൻ സാത്താൻ ശ്രമിക്കുന്നത്. സുവിശേഷം എന്ന പേരിൽ നാം കേൾക്കുന്ന പ്രസംഗങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ വീണ്ടും ജനനത്തെ കുറിച്ച് പറയാറുള്ളൂ. സുവിശേഷ പ്രചരണത്തിനായി അഹോരാത്രം അധ്വാനിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരിൽ ഒരു ഭൂരിപക്ഷവും വീണ്ടും ജനനം എന്ന വാക്കുപോലും അപൂർവമായി മാത്രമേ ആമേൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇന്നത്തെ ഭൂരിപക്ഷം കൺവെൻഷനുകളിലും ക്രൂസൈഡുകളിലും വീണ്ടും ജനനം എന്ന വിഷയം പ്രസംഗിക്കപ്പെടുന്നില്ല. പക്ഷേ വീണ്ടും ജനനത്തിന്റെ ഉപദേശം ഒഴിവാക്കിയാൽ സുവിശേഷമല്ലാതാകും. മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കുവാൻ സഹായമായി ആകാത്ത പ്രസംഗങ്ങൾ മറ്റെന്തായാലും സുവിശേഷ പ്രസംഗമല്ല. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്നത് രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായത് എന്തുകൊണ്ട് എന്നതാണല്ലോ പഠന വിഷയം. ആമീൻ. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതുണ്ട്. ആമീൻ. നിത്യരക്ഷ, നിത്യജീവൻ,
ആത്മരക്ഷ എന്നൊക്കെ പറയുമ്പോൾ ആത്മാവ് എന്നൊരു സാധനം സ്വർഗത്തിൽ പോകുന്ന കാര്യമാണ് ആമേ പറഞ്ഞു വരുന്നത് എന്നാണ് പലരും മനസ്സിലാക്കുന്നത്. പക്ഷേ രക്ഷ എന്നതുകൊണ്ട് ബൈബിൾ അതല്ല അർത്ഥമാക്കുന്നത്. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങളുള്ള ഏക വ്യക്തിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ വിഷയം വിശദമായി പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ആമേൻ. മനുഷ്യൻ മരിക്കുമ്പോൾ ശരീരം പൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്നതോടെ ദേഹം അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാകും. പക്ഷേ ഇത് താൽക്കാലികമായ വേർപിരിയൽ മാത്രമാണ്. നിത്യതയിൽ മനുഷ്യൻ ഏതു വിധത്തിലായിരിക്കും എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. 1 തെസ്സലോനി 5:23 അത് നാം വായിക്കുന്നു. മരിച്ചുപോയ ദൈവമക്കൾ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ സംഭവം നടന്നു കഴിയുമ്പോൾ ദേഹവും ദേഹിയും ആത്മാവും ഉള്ളവരായി ദൈവമക്കൾ കർത്താവിനോടൊപ്പം ആയിരിക്കും. വെറും ആത്മാവ് മാത്രമല്ല നിത്യതയെ കടക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആമീൻ. നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് ദേഹവും ദേഹിയും ആത്മാവും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഉണ്ടായേ മതിയാകൂ. ചത്തുകിടക്കുന്ന ആത്മാവുമായി നിത്യതയിൽ പ്രവേശിക്കാനാവില്ല. ഈ വിഷയം മനസ്സിലാക്കാൻ താഴെ പറയുന്ന ആമേൻ വാക്യം ഉപകരിക്കും. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വം ആകുന്നു. ആത്മാവിനാൽ ആമേൻ വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിക്കുവാൻ കഴിയുന്നുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല എന്ന് 1 കൊരിന്ത്യർ 2:14-15 വാക്യത്തിൽ നാം വായിക്കുന്നു. ഇവിടെ പൗലോസ് 2 തരം മനുഷ്യരെ പറ്റി പറയുന്നതായി കാണാം. 1 പ്രാകൃത മനുഷ്യൻ, 2 ആത്മീയൻ. ആമേൻ. പ്രാകൃത മനുഷ്യൻ എന്നതിന് ഗ്രീക്കിൽ സുക്രോക്കിക്കോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആമീൻ. സുക്കോക്കി എന്നതിന് ദേഹി എന്നർത്ഥം. ആത്മീയൻ എന്നതിന് പ്യൂമാറ്റിക്കോസ് എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. പ്യൂമാറ്റിക്കോസ് ആത്മാവ് എന്ന അർത്ഥം 3 ഫൈമ എന്ന വാക്കിൽ നിന്നാണ് ഈ വാക്കുണ്ടായിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശദീകരിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഏത് വിധത്തിലാണ്? ഉൽപ്പത്തി 2:7 നോക്കുക. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആദ്യ മനുഷ്യനായ ആദമിന് ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ആദമിനോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു: തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി 2:16-17 വാക്യം. ഹല്ലേലൂയ. ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയോ ഇല്ലെന്ന് നമുക്കറിയാം. കാരണം പാപം ചെയ്ത ദിവസം ആദം അക്ഷരാർത്ഥത്തിൽ മരിച്ചില്ല. 930 വർഷം ജീവിച്ച ശേഷമാണ് ആദം മരിച്ചത്. പക്ഷേ പാപം ചെയ്തതോടെ എന്തോ സംഭവിച്ചു. അതുകൊണ്ടാണല്ലോ അവർക്ക് നഗ്നത ബോധമുണ്ടായത്. എന്താണ് പാപം ചെയ്ത ദിവസം സംഭവിച്ചത്? ദൈവം പറഞ്ഞതുപോലെ ആദം അന്ന് മരിച്ചു. പക്ഷേ അത് അക്ഷരാർത്ഥത്തിലുള്ള മരണമായിരുന്നില്ല എന്ന് മാത്രം. അക്ഷരാർത്ഥത്തിലുള്ള മരണം നടക്കുമ്പോൾ ദേഹത്തു നിന്ന് ആത്മാവ് വേർപിരിയുന്നു. പക്ഷേ ആദം പാപം ചെയ്ത ദിവസം അവന്റെ ആത്മാവ് മരിച്ചു.
ദേഹവും ദേഹിയും അവശേഷിച്ചു എന്ന്, ആത്മാവ് മരിച്ചു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അല്ല, അമീൻ, ആത്മീയ അർത്ഥത്തിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മാവ് ആത്മീയമായി മരിച്ചതോടെ ദേഹി ബലപ്പെടുകയും ആത്മാവിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ആദം ആത്മീയമായി മരിച്ചവനും ദേഹിയാൽ നടത്തപ്പെടുന്നവനുമായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദമിന്റെ സന്തതികളാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. അതുകൊണ്ട് സകല മനുഷ്യരിലും മരണം വ്യാപിച്ചിരിക്കുന്നു. പ്രാകൃത മനുഷ്യൻ, അതായത് പ്രകൃതിയാലുള്ള മനുഷ്യൻ ആത്മീയമായി മരിച്ച ആത്മാവുമായാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആദമിൽ എല്ലാവരും മരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 15:22 ആമീൻ, അത് നാം വായിക്കുന്നു. പക്ഷേ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. പ്രാകൃത മനുഷ്യനിൽ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. ദേഹി ആത്മാവിന്റെ സ്ഥാനം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യനാണ് സുഖേഖോസ്. കാരണം ദേഹി സുഖേഹി ആണ് അവനെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ ജീവിക്കും. അതോടെ അവന്റെ ആത്മാവ് ജീവനുള്ളതായി മാറും, അതായത് ഉയർക്കും. ആത്മാവിന് ജീവൻ ലഭിക്കുന്നതോടെ അവൻ ആത്മീയനായി തീരും. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവനാകും. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ച്, എഫേസ്യ ലേഖനം 2:1 വായിക്കുന്ന പോലെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. ഹല്ലേലൂയ. ലോകത്തിലുള്ള മനുഷ്യരെ രണ്ടായി തിരിക്കാം. ലോകത്തിലുള്ള മനുഷ്യരെ രണ്ടായി തിരിക്കാം. വീണ്ടും ജനനം പ്രാപിക്കാത്തവർ പ്രാകൃതർ, വീണ്ടും ജനിച്ചവർ ആത്മീയർ. പ്രാകൃത മനുഷ്യന് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനാവില്ല, കാരണം അവന്റെ ആത്മാവും മരിച്ചു കിടക്കുകയാണ്. വീണ്ടും ജനിക്കാതെ അവന് ദൈവരാജ്യം കാണാൻ കഴിയുന്നതല്ല. പക്ഷേ വീണ്ടും ജനനം പ്രാപിച്ചവന്റെ ആത്മാവിന് ജീവനുണ്ട്, അവനിൽ നിത്യജീവനുമുണ്ട്. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമാണെന്ന് വ്യക്തമാക്കാനാണ് ഈ വിഷയം ഇത്രയും വിശദീകരിച്ചത്. വീണ്ടും ജനിക്കാത്ത മനുഷ്യൻ ആമേൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനാണ്. അവനിൽ നിത്യജീവനില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. അതുകൊണ്ട് ഏത് കുടുംബത്തിൽ ജനിച്ചാലും ആത്മീയമായി മരിച്ചവരാണ് ഏവരും മരിച്ചവരായാണ് ഏവരും ജനിക്കുന്നത്. ആദമിൽ എല്ലാവരും മരിക്കുന്നു എന്നതാണ് കാരണം. നിത്യജീവൻ പ്രാപിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, ക്രിസ്തു. ആമേൻ. ആദമിലൂടെ മനുഷ്യവർഗത്തിൽ കടന്നതായ മരണം ക്രിസ്തുവിലൂടെയാണ് മാറിപ്പോകുന്നത്. ആമേൻ. ക്രിസ്തുവിലൂടെ മാത്രമേ മാറിപ്പോകൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനനം പ്രാപിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഇത്രത്തോളം കാര്യങ്ങളെ സംസാരിച്ചത് എവർക്കും അനുഗ്രഹമായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ പറഞ്ഞതുപോലെ പാട്ടിന്റെ അടുത്ത ചില ചാൻസ് കൂടെ പാടുന്നു. എല്ലാവർക്കും അത് ഉപകാരമാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ആമേൻ. എല്ലാം യേശു നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാം എനിക്ക് സ്തോത്രം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ലഭിക്കുന്നു. ആമേൻ. സ്തോത്രം. വീണ്ടും ജനനവും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ഓരോ സ്തോത്രം, ഓരോ നിമിഷവും ഓരോ ദിവസവും വർഷാരംഭം മുതൽ ഇന്നയോളം തന്റെ കൺമണി പോലെന്നെ കാത്തു പുലർത്തിയ കർത്താവിൻ നാമത്തെ വാഴ്ത്തിടുന്നേ. ഓരോ നിമിഷവും ഓരോ ദിവസവും
വർഷാരംഭം മുതൽ ഇന്നേയോളം തന്റെ കൺമണി പോലെന്നെ കാത്തു പുലർത്തിയ കർത്താവിൻ നാമത്തെ വാഴ്ത്തിയിടുന്നേ. എല്ലാം യേശു നാമത്തിൽ, എനിക്കെല്ലാം യേശു നാമത്തിൽ, എല്ലാം യേശു നാമത്തിൽ, എനിക്കെല്ലാം യേശു നാമത്തിൽ. ശത്രു മുൻപാകെയും മേശയൊരുക്കുന്നു, ആമേൻ, നിത്യതയ്ക്കായൊരുക്കും മിത്രമായി മാറ്റുന്നു, ആമേൻ. ശത്രുവും പകയനും മിണ്ടാതെയാക്കുന്ന കർത്താവിൻ നാമത്തെ വാഴ്ത്തിയിടുന്നേ. ശത്രു മുൻപാകെയും മേശയൊരുക്കുന്നു, ആമേൻ, നിന്ദിക്കുന്നോരെയും മിത്രമായി മാറ്റുന്നു. ശത്രുവും പകയനും മിണ്ടാതെയാക്കുന്ന കർത്താവിൻ നാമത്തെ വാഴ്ത്തിയിടുന്നേ. എല്ലാം യേശു നാമത്തിൽ, എനിക്കെല്ലാം യേശു നാമത്തിൽ, എല്ലാം യേശു നാമത്തിൽ, എനിക്കെല്ലാം യേശു നാമത്തിൽ. ഉന്നതനാം ദൈവം ശുദ്ധ നിവാസത്തിൽ നിത്യപിതാവാണ് നാഥന്മാർക്കും നീതിയും ന്യായവും മികും വിധവയ്ക്കും തന്നാമം എന്നും വാഴ്ത്തിയിടുന്നേ. ഉന്നതനാം ദൈവം ശുദ്ധ നിവാസത്തിൽ നിത്യപിതാവാണ് നാഥന്മാർക്കും നീതിയും ന്യായവും മേകും വിധവയ്ക്കും തന്നാമമെന്നും വാഴ്ത്തിയിടുന്നേ. എല്ലാം യേശു നാമത്തിൽ, എനിക്കെല്ലാം യേശു നാമത്തിൽ, എല്ലാം യേശു നാമത്തിൽ, എനിക്കെല്ലാം യേശു നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാം യേശുവിന്റെ നാമത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് എല്ലാം യേശു നൽകി കൊടുക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ കർത്താവേ, തിരുമേനിയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. തിരുമുമ്പാകെ അവിടുത്തെ വചനം ഞങ്ങൾക്ക് സേവിപ്പാൻ അവസരമായി കേട്ടതധികം പ്രയോജനകരമായി തീരുവാൻ കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ശത്രു മുമ്പാകെ മേശയൊരുക്കി ശത്രുവിനെയും പകയനെയും ഉണ്ടാതാക്കി കർത്താവെ നീതിയും ന്യായവും ഏകുന്ന അമേൻ സ്തോത്രം. അനാഥന് പിതാവും വിധവയ്ക്ക് ന്യായപാലകനുമായി എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം അവിടുന്നാകുന്നു. ഞങ്ങൾ കേട്ട വചനം അധികം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുവാൻ കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ സംരംഭത്തെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ച് അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയുണ്ടായി കേട്ട് ഉത്തരമരണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.